രമണീയമായിരിക്കുന്ന ഈ പ്രദേശത്ത് തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയിൽ മഴക്കാലത്ത് തണുപ്പും ഐശ്വര്യവുമുള്ള മഴക്കാലത്ത് എല്ലാ പൂച്ചെടികളും എല്ലാ പുല്ലും പ്രമുഖമായിരിക്കുന്ന പ്രകൃതി രേഖ പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടാണ് കേരളം എന്ന ചെരിവ് പ്രദേശം ഉണ്ടായിരിക്കുന്നത്, മധ്യ നാട് പ്രദേശം ഉണ്ടായിരിക്കുന്നത്. ഇപ്പുറം കടലുള്ളത് കൊണ്ടാണ് കടലിനും പർവ്വതനിരകൾക്കും മധ്യത്തിലായി നാം ജീവിക്കുന്ന ഇടമായിരിക്കുന്ന കേരളം നിലകൊള്ളുന്നത്. ഈ കേരളത്തിലെ വിദ്യാലയങ്ങൾ മൊത്തത്തിൽ, വിദ്യാർത്ഥികൾ മൊത്തത്തിൽ, അധ്യാപകർ മൊത്തത്തിൽ, പരിസ്ഥിതി പ്രവർത്തകർ ഒന്നു ചേർന്ന് പശ്ചിമഘട്ട മലനിരകളിലേക്ക് കയറിപ്പോകുന്ന ഒരു ദിനമായി ഇത് കേരളം മുഴുക്കെ വ്യാപിപ്പിക്കാനുള്ള ഒരു ആശയം തെളിഞ്ഞു വന്നിരിക്കുന്നു. വരുന്ന വർഷം അതിന്റെ ഒരു റിഹേഴ്സൽ എന്നോണം എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ അതത് പ്രദേശത്തെ പശ്ചിമഘട്ട മലനിരകളിലേക്ക് യാത്ര തിരിക്കും. പശ്ചിമഘട്ട പ്രാന്തപ്രദേശത്തല്ലാത്ത ജില്ലകളിൽ നിന്ന് അടുത്ത ഏറ്റവും ഉയരം കൂടിയ കുന്നിലേക്കുള്ള യാത്രയായിരിക്കും ഉണ്ടാവുക. വരുന്ന വർഷം ഒരു റിഹേഴ്സലായി നമ്മൾ നടത്തുകയും 10ാം വർഷത്തിൽ 10ാം വാർഷികം നാം അതിഗംഭീരമായി നടത്തണമെന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. അത് ലോകത്തിന്റെ മുന്നിൽ ഒരു കാഴ്ചയായിരിക്കും. ഇതുവരെ ലോകത്ത് എവിടെയും നടത്തിയിട്ടില്ലാത്ത രീതിയിൽ അതൊരു മാതൃകയായി പോവുകയാണ്. അങ്ങനെ ഒരിക്കൽ നമ്മൾ ഒരു മാതൃക കാണിച്ചാൽ അത് ഇവിടെ ഈ ഭൂമിയിൽ ഒരു മാതൃകയായി, ഒരു റെക്കോർഡായി, അത് ഗിന്നസ് ബുക്കിലോ മറ്റുള്ള റെക്കോർഡുകളിലോ ഒക്കെ ചെല്ലുമ്പോൾ അതൊരു രേഖയായി നിൽക്കും. കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന ചെറിയൊരു ഭൂപ്രദേശത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഈ പരിപാടി ഇത് നമുക്കാർക്കും വേണ്ടിയല്ല, ഭൂമിക്ക് വേണ്ടിയാണ്, പ്രകൃതിക്ക് വേണ്ടിയാണ്. ഭൂമിയെയും പ്രകൃതിയെയും ഭൂമിയാകുന്ന ജീവനെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്കാകാവുന്നത് നമുക്ക് തീർച്ചയായും ചെയ്യാം. ഇതെല്ലാം നാം സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. ഇന്നിവിടെ വന്നവരാരും ദുഃഖിതരല്ല. ഇന്നിവിടെ വന്നവരാരുടെയും മനസ്സിൽ യാതൊരു ആശങ്കകളുമില്ല. സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഒരു പൂർണ്ണതയാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. പ്രതീക്ഷയുടേതായിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് നമ്മിൽ എല്ലാവരിലും ഉള്ളത്. നമുക്ക് പ്രകൃതിയെ വിശ്വസിക്കാം, പ്രകൃതിയുടെ ചൈതന്യത്തെ നമുക്കറിയാം, നമുക്ക് ജീവനെ കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടി മനനം ചെയ്യാം. ഈ ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ പരിപാടികൾ